പാണക്കാട്ടത്തങ്ങൾ പാപ്പ പറഞ്ഞാൽ എവിടെയും ഇനിയും ഞാൻ പോകും. അപ്പൊ കൈയൊട്ടി. ഒരു ടീം അപ്പൊ രണ്ട് അന്തം വല്ലുവിറ്റേക്ക് വേണ്ട. ആദ്യം തടുക്കാനും പേരെന്നെ, അത് കഴിഞ്ഞാലോ ഉഷാറാക്കിയിട്ട് പിന്നെ ആയിക്കോട്ടെന്നാലും കൈയൊട്ടാനും പേരെന്നെ. ഒരു എന്താ പറയാ, ഒരു മിനിമം ബുദ്ധിയെങ്കിലും വേണ്ട. ആയ പ്രായത്തിനനുസരിച്ചൊരു ബുദ്ധി ഉണ്ടാവില്ല മനുഷ്യനാകുമ്പോ. ഇതെല്ലാവരും ഒരുപോലെ എന്ന് പറഞ്ഞാൽ അപ്പൊ ഈ രീതിയിൽ നോക്കിക്കോങ്ങള്. ഐക്യശ്രമത്തിന് വേണ്ടിയിട്ട് ശ്രമം നടത്തിയ ഈ ലീഗ് നേതൃത്വത്തെ പോലും ഭീഷണിപ്പെടുത്തിയിട്ട് എന്നിട്ട് ഇവര് പറയുന്നതോ മുജാഹിദ് ജമാഅത്തൊക്കെ ഐക്യത്തിൽ നിൽക്കണോ, കാന്തപുരത്തെ നേരിട്ട് ചർച്ചക്കും വരണോ, അതിനെല്ലാത്തിനും പുറമെ മർക്കസ് സമസ്തയുടേതായി മുമ്പുള്ള എന്തെങ്കിലുമൊക്കെ സ്വത്ത് മറ്റുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വിട്ടുതരണോ. അപ്പൊ മർക്കസ് കണ്ടിട്ടാ പറയണത്, വേറൊന്നുമല്ല. ഈ മർക്കസ് കിട്ടിയിട്ട് നിങ്ങളിപ്പോ എന്താ ചെയ്യാ? അല്ല അങ്ങനെ ഉണ്ടല്ലോ. ഈ മർക്കസിന് കിട്ടിയിട്ട് എന്താ ഇപ്പൊ നിങ്ങൾ ചെയ്യാം? കുറുക്കന്റെ മുമ്പിൽ മുഴുവൻ തേങ്ങ കിട്ടിയ മാതിരി എന്നല്ലാതെ അവിടെ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ ചെലവത്ര ഉണ്ട് നിങ്ങൾ. ഒരൊറ്റ ദിവസം തന്നെ 3 ലക്ഷം ചെലവ്. ഒരു മാസം 90 ലക്ഷം വേണം മർക്കസ് മുന്നോട്ടാണ് പോകണമെങ്കിൽ. അത് ലേശം പ്രയാസ. അതിനൊക്കെ ഇപ്പൊ ഞാൻ വിശദമായിട്ട് കടക്കണില്ല. മർക്കസിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങളും അതേപോലെ തന്നെ മർക്കസിനെ സംബന്ധിച്ച് ശ്രീമാൻ ആര്യാട മുഹമ്മദ് MLA-യും ET ബഷീറും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി മന്ത്രിമാരും MLA-മാരൊക്കെ നടത്തിയ പ്രസംഗങ്ങളും അതേപോലെ തന്നെ അവിടെ നില ചെയ്യുന്ന ഓരോ സ്ഥാപനവും കാശ്മീരിലെ കുട്ടികളും AP ഉസ്താദിന്റെ ബുഖാരി സബുക്കും അങ്ങനെ തുടങ്ങി മർക്കൂസുമായിട്ടുള്ള ഒട്ടനവധി വിഷയങ്ങൾ ക്ലിപ്പായിട്ട് ഒരു 10-30 ചില്ലാനെ ക്ലിപ്പ് ഉൾക്കൊള്ളിച്ച് വിനീതന ഞാൻ പ്രസംഗിച്ച ഒരു CD ആണെങ്കിൽ ഇവിടെ സദസ്സിലെവിടെയെങ്കിലുമൊക്കെ വിതരണം ഉണ്ടാകും. ആരാണ് കാന്തപുരം, എന്താണ് മർക്കസ് എന്നുള്ള പേരിൽ അതുങ്ങൾ വാങ്ങിക്കൊണ്ടേട്ട് പതുക്കെ കേൾക്കുക. അപ്പം ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വിവരം കിട്ടും. അതോടൊപ്പം തന്നെ കാശ്മീരുടേത് കുറേ പറയേണ്ടതുണ്ട്. വിഷയം അവിടെ കടക്കും, കൂടുതൽ പറയാൻ കഴിയില്ല. പക്ഷെ ഇയാൾ ബഹുമാനപ്പെട്ട മമ്പറന്തങ്ങൾ പാപ്പാൻ അതിർത്തിൽ വന്നിട്ട് വല്ലാതെ തോന്നിവാസം പറഞ്ഞ് വഖഫോർഡ് വിശദീകരണമൊക്കെ നടത്തിയപ്പോൾ അതിനകത്തിൽ വിനീതനായ ഞാൻ ചെന്ന് ഇയാൾക്കൊരു മറുപടി ഞാൻ പറഞ്ഞു. ആ പറഞ്ഞ മറുപടിയുടെ കാസറ്റും ആണെങ്കിൽ വിഘടിത വിലാപം ഡയറക്ടറിയിലൂടെ, ഖുർആൻ ഡയറക്ടർ അയാൾ, ആ ഡയറക്ടറിലൂടെ എന്നുള്ള പേരിൽ അതും ചിലപ്പം ഇവിടെ വിതരണം നടത്തുന്നുണ്ടാകും. അതൊക്കെ ആവശ്യാനുസരണം സന്ദർഭാനുസരണം വാങ്ങി കേട്ടാൽ മാത്രം പോരാ, മറ്റുള്ളവർക്ക് കേൾപ്പിക്കാനും കൂടെ നിങ്ങൾ സമയം കണ്ടെത്തണമെന്ന് ഇടയിൽ വെച്ചിട്ട് ഞാൻ ഉണർത്തുകയാണ്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് എന്താ പറയുക, നിങ്ങൾ ഈ രീതിയിൽ ബഹുമാനപ്പെട്ട AP ഉസ്താദിന്റെ പ്രവർത്തനങ്ങൾ എല്ലാവരും അംഗീകരിച്ചിട്ട് വരികയാണ്. അത് അംഗീകരിക്കുന്നു എന്ന് കാണുമ്പോഴാണ് ഇവർക്ക് ഈ ഭ്രാന്തി. പക്ഷെ ഒറ്റക്കിട്ട് കാണുമ്പോഴോ ഐക്യത്തിലാവണം, യോജിപ്പിലാകണമെന്ന് പറയുകയും ചെയ്യും. അതേസമയത്ത് സമസ്തകൾ യോജിക്കാൻ തോന്നുമ്പോഴോ അവർ ഉളുപ്പില്ലാത്തവരാണ്, അവരുമായി യാതൊരു ഐക്യത്തിനും നമ്മൾ നിൽക്കാൻ പാടില്ല എന്നും പറയും. എന്നാൽ ഈ ലോകത്ത് കാന്തപുരം ഉസ്താദിനെയും മർക്കസിനെയും സംബന്ധിച്ച് പഠിച്ച ആരൊക്കെയുണ്ടോ അവരൊക്കെ തുറന്ന ഭാഷയിൽ പറഞ്ഞു, കാന്തപുരം ഒരു സംഭവമാണ്, മർക്കസ് അതൊരു അത്ഭുത. ഈ വിഭാഗം അവിടെ ഇരിക്കാൻ പറ്റാത്ത വിഭാഗമാണ്. ഇത് പറഞ്ഞാൽ അതെങ്കിലും മനസ്സിലാക്കണ്ട. അപ്പൊ ഏതെങ്കിലുമൊക്കെ SKയുടെ അനുഭാവികളായ ആളുകൾ ഒരുപക്ഷെ തെറ്റിദ്ധരിച്ചാൽ അവർ പ്രചരണം എന്താ നിങ്ങളിപ്പം ഭയങ്കര പ്രചരണത്തിലാണ്. എന്താ പ്രചരണം? മർക്കസ് സമ്മേളനം പരാജയപ്പെട്ടു, തീരെ ആളില്ലായിരുന്നു മർക്കസ് സമ്മേളനത്തിൽ. ഇല്ല, കുന്നമംഗലത്ത് അടക്കമെന്ന് പ്രസംഗിച്ചു, തീരെ ആളില്ലായിരുന്നു മർക്കസ് സമ്മേളനത്തിന്. അതിന്റെ കാരണം എന്താ നിങ്ങൾക്കറിയോ? എന്താ കാരണം? അമ്മോഷൻ പിന്നെ മുഖ്യപ്രഭാഷണം നടത്തുക, മരുമകൻ സ്വാഗതം പറയാ, മകൻ നന്ദി പറയാ, പിന്നെ എങ്ങനെ കൂട്ടി ആളുണ്ടാവുമോ? അപ്പൊ ആളില്ലാന്ന് ഉറപ്പിച്ചു. അതേതായാലും ഉറച്ചു. ഏത് മർക്കസ് സമ്മേളനത്തിന് ആള് വന്നിട്ടില്ല ഉറപ്പന്നെ. പിന്നെ അതിന്റെ കാരണം പറയാണ്. എന്താ കാരണം? ആകാശം താഴെയാണ്, ഭൂമി എന്താന്ന് അറിയുങ്ങള്. പിന്നെ വിഷയം തുടങ്ങുക. അപ്പൊ ആ താഴെ ഉറപ്പിച്ചു പോയി, എന്നിട്ട് ബാക്കി വിഷയം. എന്നിട്ട് കാരണം എന്താ? അമ്മോഷൻ മുഖ്യപ്രഭാഷണം AP ഉസ്താദ്, മരുമകൻ സ്വാഗതം, മകൻ നന്ദിയും. ഏതാ? അതിലേക്ക് മകൻ നന്ദി പറയാ. ഇതുകൊണ്ട് ആളില്ലാത്തത്. ഇവിടെ എനിക്കൊന്ന് പറയാണ്ട്, ഇതൊരു ആരോപണമാണെങ്കിലും ഇനി ഉള്ളതാണെങ്കിലും ബഹുമാനപ്പെട്ട ഒരു പിതാവ്, ആ പിതാവ് പ്രസംഗിക്കുന്ന വേദിയിൽ നന്ദി പറയാൻ അത് ഒരു വലിയ രീതിയിൽ നന്ദി പറയാൻ മകനുണ്ടാകുക. അതിന്റെ അർത്ഥം എന്താണ്? ബാപ്പ പോയി അതേ റൂട്ടിലൂടെ തന്നെയാണ് മകനെയും സഞ്ചാരം. കൂട്ടരെ നിങ്ങളെ നേതാക്കന്മാർക്ക് അങ്ങനെ തോഫീക്കില്ലാത്തതിന് കാന്തപുരം ഉസ്താദിനോട് അസൂയ വെച്ചിട്ട് കാര്യമുണ്ടോ? എന്തേ ഇവരെ പല നേതാക്കന്മാരുടെയും മക്കള് വൈകുന്നേരമായാൽ ആമരിപ്പിച്ചിട്ടാണ് നടക്കുന്നത്. പറയിപ്പിക്കണ ഞങ്ങളെ കൊണ്ട്. അത് ഞങ്ങൾ ഉത്തരവാദിയാണോ? മനസ്സിലായില്ല. ഇവരെ പല നേതാക്കന്മാർക്കും വൈകുന്നേരമായ മക്കൾക്ക് കാലുറക്കണില്ല,
കണ്ണ് ചോന്നോവുക. ഈ ഇഖ്ലാസ് കൊണ്ടല്ല, ഞാൻ പറയണല്ലോ എന്തുകൊണ്ടാന്നുള്ളത്. അതേപോലെ കാന്തപുരത്തിന് മകനെയാകണമെന്നാണോ? നിങ്ങളുടെ ഒക്കെ മക്കൾ ബാപ്പമാരെ പോലെ തന്നെ പാരമ്പര്യത്തിലൂടെ വരണോ? മർക്കസിൽ കൊണ്ടുവന്ന് കാന്തപുരത്തിനെ കൊണ്ട് മന്ത്രി ചൂടിപ്പിച്ചാ നിങ്ങള്. അതാണ് നിങ്ങൾക്ക് വന്നേ. എന്നിട്ട് അതിന് കുയിന്തട്ടിയിട്ട് കാര്യമില്ല, അതിന് അസൂയാക്കിയിട്ട് കാര്യമില്ല. പിന്നെപ്പുള്ളത് മരുവൻ സ്വാഗതം പറഞ്ഞു എന്നാ. അത് മക്കളെ കെട്ടിക്കുമ്പോ നോക്കണ്ടതാ. ഏയ്, മക്കളെ കെട്ടിക്കുമ്പോ നോക്കണോ? പണ്ടവും പണവും അതുപോലെ മരുമകന്റെ ഭംഗിയും ചൊറുക്കും നാടും ആരോഗ്യവും മാത്രം നോക്കിയിട്ട് കെട്ടിക്കും. എന്നിട്ടോ ഒരു വസ്തുവിനും ആത്മീയായിട്ട് കിട്ടൂല. ഇതിന് കുശുമ്പ് എന്നാ പറയാ. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് തന്റെ പെൺമക്കളെ കെട്ടിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ നോക്കിയത് എന്താണ്? സമ്പത്തല്ല, മറ്റേതെങ്കിലും കാര്യമല്ല. തന്റെ ദർസിൽ പൂർണ്ണമായി ഓതിപ്പടിച്ച് കിതാബ് ദർസ് നടത്തി കൊടുക്കാനും പ്രസംഗിക്കാനും നന്നായി എഴുതാനും വേണ്ടി വന്നാൽ ഇംഗ്ലീഷിലും അറബിയിലുമൊക്കെ പ്രസംഗിക്കാനുമൊക്കെ നല്ല കഴിവുറ്റ സംഘാടകനാണ് എന്ന് മനസ്സിലാക്കി മാനേജിംഗ് പവർ ഉള്ളത് കൊണ്ടാണ് തന്റെ പ്രിയപ്പെട്ട മകളെ സി കെ പി ഉസ്താദ് കല്യാണം കഴിച്ചു കൊടുത്തത്. അല്ലാഹുവിനെയും പദവി ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. നിങ്ങളെ മരുമക്കളൊക്കെ തീപ്പെട്ടി കമ്പനിയിൽ മാനേജറാകാൻ പറ്റുന്നതെന്ന് വിചാരിച്ചിട്ട് നമ്മളതിന് ഉത്തരവാദിയാ? അരികോടൗണിന്റെ മാനേജറാവുക. ഞാൻ പറയണില്ല അങ്ങനത്തെ, അതൊന്നും അസൂയ വെച്ചിട്ട് കാര്യമല്ല. പിന്നെ മർക്കസ് സമ്മേളനത്തിന് സ്വാഗതം നന്ദി പറയുന്നതാണ്. അതിനൊക്കെ കുറച്ചൊക്കെ കഴിവൊക്കെ വേണം. ലേശമൊക്കെ ഭാഷകൾ സ്റ്റേഷൻ മേഡിമെന്റ് മാത്രം പോരാ, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പോകണം. ആ ഒരു കഴിവ് കിട്ടിയതിന് അസൂയ. എന്നിട്ട് അതാണ് മേറ്ററേ കുന്നമംഗലം അങ്ങാടിയിലൊക്കെ ഒന്ന് പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ രസമുണ്ട്. തൊട്ട് പുറകെ പറയുന്നത് എന്താ അറിയോ? പിന്നെ റോഡ് ബ്ലോക്കായി എന്ന് വിചാരിച്ചിട്ട് ആള് കൂടുതലുണ്ട് നിങ്ങൾ വിചാരിക്കണ്ട. ഇവര് പറയാ റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് ആളുണ്ടെന്നുണ്ട് വിചാരിക്കണ്ട. എന്തേ കാരണം? റോഡ് ബ്ലോക്കായത് സമ്മേളനത്തിന് വന്ന ആളുകളെ കൊണ്ടൊന്നുമല്ല, അത് മർക്കസ് പഠിക്കുന്ന കുട്ടികളെ കൊട്ടിറക്കിയതാ. അതതിലേറെ ഉഷാറായി. ഏടോ, കാരന്തൂർ കുന്നമംഗലത്തിനിടയിൽ ബ്ലോക്കാകാൻ മാത്രം മർക്കസിൽ കുട്ടികളുണ്ടോ? എന്ത് വിട്ടിത്ത്, എന്ത് പറ്റിപ്പോയപ്പോ ഇവർക്ക്. നിങ്ങൾ അത് പറഞ്ഞൂടെ തന്നെ? ഒന്ന് ഞാൻ ചോദിക്കട്ടെ, റോഡ് കുന്നമംഗലം കാരന്തൂരിന്റെ ഇടയിൽ റോഡ് ബ്ലോക്കാകാൻ മാത്രം അവിടെ കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ ആ ഓരോ കുട്ടിക്കും ഈ 2 ജ്യേഷ്ഠാഞ്ചന്മാരോ രക്ഷിതാക്കളോ കുട്ടിയാൽ അതിനപ്പുറം ബ്ലോക്കാകാൻ ആളുണ്ടാകില്ല ഇവിടെ വരെ. അതെങ്കിലും മനസ്സിലാക്കണം നിങ്ങൾ. തീരെ അറബിയോട് പറഞ്ഞ മാതിരി മുഹമാഫികളാ എന്താ ചെയ്യാ? അള്ളാഹു തആല നിങ്ങൾക്ക് ബുദ്ധി തരട്ടെ. അള്ളാഹുങ്ങൾക്ക് ബുദ്ധി തരട്ടെ. ഉറങ്ങല്ലി അള്ളാഹ് ബുദ്ധി തരട്ടെ. മടിയറിയാണ് എന്താ കഥ ആലോചിച്ചു നിങ്ങൾ? ഉറങ്ങല്ലി പറഞ്ഞ് ഇയാളുടെ കയറ്റി കേട്ടോ. ഇനി ഇവിടെ ഉറങ്ങിന്ന് പറയണ്ട. ഇതിട്ട് ലാസ്റ്റ് കിപ്ലി ഇടാൻ പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയും ഇതങ്ങനെ പറഞ്ഞത് എന്നുള്ളത്. ഇയാളൊരു ദുആണ്ട് നമ്മളെ ഖുർആൻ പഠിക്കുന്നുണ്ട്. ആ ദുആ അങ്ങ് കെട്ടിയത് അപ്പൊ നിങ്ങൾക്ക് തിരിയും സംഭവം എന്താന്നുള്ളത്. ഭയങ്കര ദുആയാണ്. അതിനെട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ട് പറയുന്നത് ഈ രീതിയിൽ കുന്നമംഗലത്തടക്കമെന്ന് പ്രസംഗിക്കും. എന്നാൽ അതേ കുന്നമംഗലത്താണെങ്കിലോ ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ ബാനർ, ആ ബാനറിൽ തന്നെ മർക്കസ് സമ്മേളനത്തിന് ആശംസ. ശിഹാബ് തങ്ങളെ ഫോട്ടോ വെച്ചിട്ട് ആലോചിച്ചുങ്ങൾ. പരപ്പരങ്ങാടിയിൽ ഞാൻ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നു MSFന്റെ ആശംസ. ഒരു ഭാഗത്ത് സുവർണ ജൂബിലിക്കും മറ്റൊരു ഭാഗത്ത് മർക്കസ് സമ്മേളനത്തിനും. കാര്യങ്ങൾ ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. കുന്നമംഗലത്ത് അത് കണ്ടിട്ട് ഒരുപാട് ആളുകൾ ഫോട്ടോ എടുത്ത് കൊണ്ടുവന്നിരും. അവിടെ നിങ്ങൾ ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങളുടെ ഫോട്ടോ വെച്ചിട്ടാണ് കുന്നമംഗലത്തങ്ങാടിയിൽ ബഹുമാനപ്പെട്ട മർക്കസിന്റെ സമ്മേളനത്തിന് ആശംസ അർപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് ആ അങ്ങാടിയിൽ വന്നിട്ടാ പ്രസംഗിക്കുന്നത് ആള് കുറവ്. അവങ്ങൾക്ക് ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ. നിങ്ങളിപ്പോ SKSFന്റെ ഏതെങ്കിലുമൊക്കെ കുട്ടികൾ പ്രസംഗം കേൾക്കുന്നുണ്ടെങ്കിൽ ഇതിനൊരു 5-8 ക്ലിപ്പ് ഞാൻ സാധാരണ എല്ലായിടത്തും ഇടുന്നതാണ്. നിങ്ങളിപ്പോ വാങ്ങുന്ന കാസറ്റിലും അതിന് ക്ലിപ്പ് ഉണ്ടാവും. ആ ക്ലിപ്പുകൾ ഞാൻ ഇവിടെ ഒന്ന് ആവർത്തിക്കണം. എന്തിന്? ആരാ ഉസ്താദ്, എന്താണ് മർക്കസ്, ഇത് പത്തപ്പിരിയും എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും അയാളത് പറയും, അയാൾ ഉറപ്പ്, അയാൾ അതിനായിട്ട് പഠിച്ച ആളാ. ചില പറയും എന്തേ അയാൾ 10 കൊല്ലം മർക്കസിന്റെ AP ഉസ്താദിന്റെ ചോറുന്ന ആളാ, 9 കൊല്ലം മർക്കസിലും 1 കൊല്ലം ഡൽഹിക്കും 10 കൊല്ലം മർക്കസിന്റെ കീഴിൽ പഠിച്ചതാണ്. അയാളത് പറയണം. അല്ലെങ്കിൽ അയാൾ സക്കാഫിയല്ലേ, അതുകൊണ്ട് അയാൾ പറയണം. അത് ചിലപ്പോൾ പറയും. എന്നാൽ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിഷമമുണ്ടാവണ്ട. മറ്റു നേതാക്കളെ കൊണ്ടങ്ങ് പറയിപ്പിച്ചാൽ, അതിനാണോ LCD എന്ന സാധനം, ഒരു തലക്കന്നങ്ങ് തുടങ്ങുക. ബഹുമാന്യനായ ആര്യാടൻ മുഹമ്മദ് MLA അദ്ദേഹം AP ഉസ്താദിനെ സംബന്ധിച്ച് മർക്കസിൽ വന്നിട്ട് പറഞ്ഞതൊന്ന് കേട്ടോളൂ നിങ്ങൾ ആദ്യം. അതുപോലെ മതം, അതുപോലെ തന്നെ നമ്മുടെ ഭൗതികമായ വിദ്യാഭ്യാസം,
ഇതെല്ലാം കൂട്ടിക്കലർത്തുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതി ഈ മലബാറിലെ അല്ലെങ്കിൽ കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ മുമ്പിൽ വെക്കാൻ കഴിഞ്ഞ ഏക സ്ഥാപനം ഈ സ്ഥാപനമാണ് എന്നുള്ള കാര്യം. അതാണ് നാം കാണേണ്ടതായ വസ്തുത. നമുക്ക് നീതി, ശാന്തി, സമാധാനം ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഇതെല്ലാം ഉണ്ടായാൽ മാത്രമേ നിലനിൽപ്പുള്ളൂ. അത് ഉണ്ടാവണമെങ്കിൽ വർഗീയതക്കും തീവ്രവാദത്തിനും എതിരായി നമുക്ക് പോരാടാൻ സാധിക്കണം. അതിനുവേണ്ടി കഴിഞ്ഞ 3-4 വർഷക്കാലത്തിനുള്ളിൽ ഞാൻ നോക്കുകയാണ് ഏത് മുസ്ലിം സംഘടനയാണ് ചെയ്യുന്നത് എന്ന്. അത് ചെയ്ത ഏക സംഘടന ഈ AP ഉസ്താദിന്റെ സംഘടന മാത്രമാണ്. അതൊരു ഭർത്താനാ നിങ്ങള് അതായത് AP ഉസ്താദിനെ സംബന്ധിച്ചും മർക്കസിനെ സംബന്ധിച്ചും ഒക്കെ പഠിച്ചു പറയുന്ന കാര്യമാണത്. വളരെ വിശദമായ രീതിയിൽ ബഹുമാനപ്പെട്ട AP ഉസ്താദിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയിട്ട് പറയാ. ആര്യയുടെ മുഹമ്മദ് MLA പറയുന്നത്. കാരണം ഇതൊരു അത്ഭുതകരമായ അവസ്ഥ തന്നെയാണ്. ബഹുമാനപ്പെട്ട AP ഉസ്താദ് അവർക്കാണ് 2-3 വർഷമായിട്ട് പഠിച്ചിട്ടാണ് ഞാൻ പറയുന്നത് എന്നാണ്. അതിപ്പോ ആര്യടൻ മുഹമ്മദ് കോൺഗ്രസ് ആയതുകൊണ്ട് പറഞ്ഞതല്ലേ എന്നാ നിങ്ങൾക്ക് അഭിപ്രായം? ET ബഷീർ പറഞ്ഞോട്ടെ, നമ്മൾ അടുത്ത നാട്ടുകാരനുമാണല്ലോ. ഇവരേതായാലും വിളിച്ചിട്ടില്ല, നമുക്ക് അവഗണിക്കാൻ പറ്റൂല. അതുകൊണ്ട് മൂപ്പരെന്നാണ് പറഞ്ഞോട്ടെ. ET ബഷീർ കേട്ടു.